1G 76 ഒന്നാമത്തെ സോണിൽ ജി എന്ന ക്ലസ്റ്ററിൽ 76ാമത്തെ ഫ്ലോർ. വീടുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. ടൗൺഷിപ്പിൽ ഓരോ വീടും ആർക്കാണ് ആദ്യഘട്ടത്തിൽ 178 വീടുകൾ ആർക്കൊക്കെ ലഭിക്കും എന്നുള്ള നറുക്കെടുപ്പാണ് നടന്നത്. ഓരോരുത്തരും ലോട്ട് കിട്ടിയ ആളുകൾ തങ്ങളുടെ വീട് ഏതെന്ന് കാണാൻ ടൗൺഷിപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ ടൗണിൽ തന്നെ ഉണ്ടായിരുന്ന പ്രവാസിയായിരുന്ന ഷൗക്കത്താണ് നമ്മളോടൊപ്പം ചേരുന്നത്. നറുക്കെടുപ്പ് കിട്ടി. പിന്നെ ഫേസ് 1 സോം 1 27ാമത്തെ നമ്പറാണ്. ഈ നമ്പർ വീട് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്പർ നോക്കി ഒക്കെ കണ്ടുപിടിച്ച് വീട് കണ്ട് ഇതാണ് വീട്. ഇതിന്റെ നേരെ മുന്നിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനുള്ള വേദി ഒരുക്കുന്നത്. ഇത്രയും ദിവസം ഇപ്പൊ വീട് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മളത് ഏതാണെന്ന് അറിയാത്തൊരു ആ ടെൻഷന് കഴിഞ്ഞു. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് താങ്കള് അവിടെ ഒരുപാട് കടകളോ വലിയ വീടും ഒരുപാട് സൗകര്യങ്ങളൊക്കെ മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്ന ആളാണ്. എല്ലാതും പോയതാണ്. ഒരു സുമാർ ഒരു 2 കോടി ഉറുപ്പ്യൻ്റെ മേലെ പോയിട്ടുണ്ടാവും. 2 നില വീടായിരുന്നു. പിന്നെ എന്താ പറയുക, ഒക്കെ കുടുംബങ്ങൾ പിന്നെ ഫാമിലി പറഞ്ഞാൽ ജ്യേഷ്ഠന് അനിയൻ്റെ ഭാര്യ എല്ലാവരും പോയി. 10-26 ആൾ പോയി. അതേ ഉള്ളൊരു സങ്കടം. ഇപ്പോൾ ഒരു ഹാപ്പിയാണ്. ഞങ്ങളെ വീട് കണ്ടു, ഉഷാറായി. നൗഷാദ് കൂടിയുണ്ട്. അത് ഏതാ വീട്? തൊട്ടടുത്ത് തന്നെ. അടുത്ത് തന്നെ. ഇവിടുന്ന് പിന്നെ സോൺ 3 റോഡ് സൈഡിൽ തന്നെയാണ്. ഈ വീടിന്റെ പണി സൗകര്യങ്ങൾ അതൊക്കെ നിങ്ങൾ എല്ലാവരും തൃപ്തരാണോ? ഞങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കാറുണ്ട്. വന്നിരുന്നു മുമ്പ്. അത് ഏതാണ് ഞങ്ങൾക്ക് വീടെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് കൺഫേം ആയത്. സ്വന്തം വീട് ഏതാന്ന് ഉറപ്പായി. ഇവിടെ ഏതാന്നുള്ളത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ. പിന്നെ വീട്ടിൽ രോഗികളായ ആളുകളൊക്കെ ഉണ്ട്, അസുഖമുള്ള ആൾക്കാർ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത് നമുക്ക് താമസയോഗ്യമാക്കി തരണേ വലിയ സന്തോഷം. കുഞ്ഞ് അവന്തികയും അവൾക്ക് നറുക്കെടുപ്പിൽ കിട്ടിയ വീട് കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഇളയച്ചനും ഒക്കെ ഒപ്പമാണ് അവന്തിക എത്തിയിട്ടുള്ളത്. മോള് കണ്ടോ വീട്? എങ്ങനെയുണ്ട് വീട്? ആണോ? മോളെ വീട് ഏതാന്ന് ഇന്നത്തോടെ ഉറപ്പായല്ലോ അല്ലേ? ഏത് വീടാന്ന് കണ്ടല്ലോ അല്ലേ? മോള് തന്നെയാണോ നറുക്കെടുത്തത് പോയിട്ട്? എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? എവിടെയാ ഇപ്പൊ പോകുന്നത്? ഏത് സ്കൂളാണ്? GHS പരിയാരം. മുത്തശ്ശന്റെയും കൂടെയാണ്. ഇളച്ചനും ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഇനി പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് കാണാം. തങ്ങളുടെ വീട് ഏതാണെന്ന് വ്യക്തമായി. ഇനി എത്രയും പെട്ടെന്ന് താമസിക്കണമെന്നാണ് ഈ ഓരോ ഗുണഭോക്താവും ആഗ്രഹിക്കുന്നത്. എന്തായാലും സ്വന്തം വീട് ഏത് എന്ന് ഇനി ചൂണ്ടിക്കാണിക്കാനായി എന്നുള്ള സന്തോഷമാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.